എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ശുദ്ധിയെക്കുറിച്ചാണ്. ശുദ്ധി എന്ന് പറയുന്നത് വീടിൻ്റെ ശുദ്ധി, നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ ശുദ്ധി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട് എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതി സ്നേഹികൾ കാണും, അതുപോലെ തന്നെ മറ്റുള്ള പല ചിന്താഗതിയുള്ള ആൾക്കാരും കാണും. അവർ പറയും എല്ലാ ജീവജാലങ്ങളുമൊക്കെ വീട്ടിൽ തന്നെ വസിക്കട്ടെ, മീനെ വീട്ടിൽ വളർത്താം, പിന്നെ വൃക്ഷങ്ങൾ വീടിനുള്ളിൽ വളരട്ടെ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ഈ സർപ്പങ്ങളെ കൂടെ വീടിനുള്ളിൽ അങ്ങ് വളർത്തിക്കൂടെയോ? സർപ്പങ്ങൾ വളരുന്ന വീടുകളും ഉണ്ടാവാം അല്ലേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ജന്തുജാലങ്ങൾക്കും വസിക്കേണ്ട ഇടമുണ്ട്. അവരൊക്കെ അവിടെ വസിക്കട്ടെ. മനുഷ്യാലയം എന്നാ പേര്. മനുഷ്യാലയം, മനുഷ്യൻ്റെ ആലയമാണ്. മനുഷ്യൻ വസിക്കേണ്ടടുത്ത് മനുഷ്യൻ വസിക്കൂ, മറ്റുള്ള ജന്തുജാലങ്ങളൊക്കെ വസിക്കേണ്ടടുത്ത് അവർ വസിച്ചോട്ടെ. അതല്ലേ നല്ലത്. പാമ്പിന് അവരുടെ സ്ഥലം, വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരം മാറ്റി. കാര്യം വൃക്ഷം വീടിനുള്ളിൽ നിന്നാൽ ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്. സസ്യങ്ങൾ വിസർജിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ തലത്തിലേക്കുള്ളത് ഞാൻ പറയുന്നില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നോർമലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ജീവജാലങ്ങളും ഒക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കും. അപ്പം പ്രാണിവർഗ്ഗങ്ങൾ, മറ്റേ ഒരുപാട് ഡിസ്റ്റർബൻസ് നമുക്ക് വീട്ടിൽ താമസിക്കുന്നവർക്ക് വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് കഴിവതും വൃക്ഷങ്ങൾ വീടിൽ നിന്ന് മാറ്റി ദൂരോട്ട് മാറ്റി, വീടിൻ്റെ അത്രയും പൊക്കം തന്നെ ദൂരെ മാറ്റി നടാനാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണസഹിതമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഈ യൂട്യൂബ് ചാനലൊന്നും കൂടുതൽ വിശദീകരിക്കണില്ല. എന്തായാലും അതൊക്കെ ഒന്ന് ദൂരെ മാറ്റി നടന്ന് നല്ലതാണ്. ഒന്ന്. രണ്ടാമത്, നമ്മുടെ വീട് ശുദ്ധമാക്കിയിടുക. എപ്പോഴും എല്ലാ തൂത്ത് വൃത്തിയാക്കി തുടച്ച് ഭംഗിയാക്കിയിടാൻ ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം വീട് ശുദ്ധമാകേണ്ട സ്ഥലം പ്രധാനമായിട്ടും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ആയിക്കോട്ടെ, ചുറ്റുവട്ടം ആയിക്കോട്ടെ, ഏറ്റവും ശുദ്ധമായി ഇരിക്കേണ്ട ഭാഗമാണ് വീടിൻ്റെ കിഴക്ക് വടക്കേ മൂല. കിഴക്കെന്ന് പറയുന്നത് നമ്മൾ സൂര്യനെ നോക്കിയിരിക്കുമ്പം ഉദയസൂര്യൻ കിഴക്കാണല്ലോ ഉദിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. അപ്പോൾ ആ കിഴക്ക്. പിന്നെ വടക്കെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന ആളുടെ ഇടത്ത് സൈഡിൽ വരുന്നത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക്, യൂത്തിന് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, കിഴക്കും വടക്കും ചോദിച്ചാൽ ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. കിഴക്കോ? അതെവിടെ കിഴക്ക്? വടക്കോ? അതെവിടെ വടക്ക്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന യൂത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. നമ്മളതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം, നല്ലതാണ്. നമ്മുടെ കിഴക്കെന്ന് പറയുമ്പോൾ മുമ്പിലാണ്. നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ രാവിലെ ഉദയത്തിൽ നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ നമ്മുടെ മുൻവശം കിഴക്കും നമ്മുടെ ഇടത്ത് ഭാഗം വടക്കും, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കിഴക്ക് വടക്കേ മൂല, വീടിൻ്റെ കിഴക്ക് വടക്കേ മൂല, നമ്മുടെ സ്ഥലത്തിൻ്റെ, നമ്മുടെ വീടിരിക്കുന്ന പറമ്പിൻ്റെ കിഴക്ക് വടക്കേ മൂല എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഭാഗം എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു പ്രധാന കാര്യം, ശുദ്ധിയുടേത്. അടുത്തത്, നമ്മുടെ അടുത്ത വീഡിയോയിൽ ഒരുപാട് കേൾക്കാനൊന്നും സമയമുള്ള ആൾക്കാരല്ല നമ്മളൊക്കെ, കുറച്ച് കാര്യങ്ങളെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് അത് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ. എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.